അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുമേഷ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം 7നെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ അതിൽ വരുന്ന ആൾക്കാരെ കുറച്ച് പേരുടെ പേരുകൾ പറഞ്ഞിരുന്നു. അത് കുറേ ആൾക്കാരുടെ പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ക്ഷമിക്കണം. ഞാൻ അടുത്തൊരു ലിസ്റ്റിൽ ഞാൻ വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം 7നെ കുറിച്ച് സംസാരിക്കാനാണ്. അതിൽ പോകുന്ന മത്സരാർത്ഥികൾ എന്തൊക്കെ ചെയ്യണമെന്ന് എൻ്റെ ഒരു ചെറിയൊരു അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ലോഗോ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ലോഗോയായിരുന്നു. അതായത് ലാലേട്ടൻ 7 എന്ന് പറഞ്ഞിട്ടുള്ള രീതി, സീസൺ 7 എന്നുള്ളതിൻ്റെ 7 വെച്ചിട്ടാണ് ലോഗോ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. 10 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പ്രൊമോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാനുണ്ട്. കുറച്ച് അവരിങ്ങനെ വരും. ഇപ്പം 2 മാസത്തോളം ഉണ്ടല്ലോ. ഓഗസ്റ്റ് ഒരു 3-10 നടക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ചിലപ്പോൾ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, ചിലപ്പോൾ അവർക്ക് മാറ്റാം. അടുത്ത മാസം അങ്ങനെ ആക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കാൻ പറ്റുമായിരിക്കും. കുറേ പ്രമോയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എനിക്കൊന്ന് ഞാൻ കണ്ടത്, ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ഒരുപാട് ആൾക്കാർക്ക് ബിഗ് ബോസിനോട് താല്പര്യമുണ്ടെന്നാണ് തോന്നുന്നത്. കുറേ ആൾക്കാരിങ്ങനെ നോക്കും. യൂട്യൂബ് എടുത്ത് തന്നെ ബിഗ് ബോസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതെന്ന് ചോദിച്ചാൽ, ഒന്ന് ബിഗ് ബോസ്, എനിക്കൊന്ന് റോബിനൊക്കെ വന്നിരുന്ന സീസൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. രണ്ടാമത് ഈ കഴിഞ്ഞ സീസൺ ബിഗ് ബോസ് സീസൺ 6, അതും നല്ല അടിപൊളിയായിരുന്നു. ജാസ്മിന് കുറേ നെഗറ്റീവ് ഉണ്ടെങ്കിലും ജാസ്മിനൊക്കെ ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് വരെയൊക്കെ അത് ബിഗ് ബോസ് നല്ല രീതിയിൽ പോയത്. അതിന് മുമ്പിട്ടുള്ള അഖിൽമാരൊക്കെ ഉള്ള ബിഗ് ബോസ് ഞാൻ കണ്ടതേയില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് കുറച്ച് 3-4 എപ്പിസോഡോ അല്ല കൂടുതൽ, 5 എപ്പിസോഡ് കണ്ടതാണ്. അത് കൂടുതൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഫസ്റ്റിൽ തന്നെ ഞാൻ നിർത്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ബിഗ് ബോസ് 6 സൂപ്പറായിരുന്നു. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എങ്ങനെയിരുന്നു, അടിപൊളിയായിരുന്നു. അതുപോലെയുള്ള ഇപ്രാവശ്യം പോകുന്ന കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ നല്ല രീതിയിൽ പോകണം. അവിടെ ചെന്നിട്ട് ബിംഗ്ലസിയ എന്ന് പറഞ്ഞിട്ട് പഴവും ഇട്ടുകൊണ്ടിരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പോയി കളിക്കാനാണെങ്കിൽ മക്കളെ നിങ്ങൾ പോയി കളിക്കുക. അല്ലാണ്ട് ചുമ്മാതെ പോയിട്ട് പ്രേമം കാണിച്ച് മറിച്ച് നടക്കാനാണെങ്കിൽ വെറുതെയാണ്. എല്ലാ ബിഗ് ബോസിലും ഉള്ളതാണ് ഈ വോട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് പ്രേമനാടകം അഭിനയിക്കുന്നത്. എനിക്ക് ഇതേപോലെ ദേഷ്യമുള്ളൊരു സംഭവം. വെറുതെ എന്തിനാ പോയി കഴിഞ്ഞാൽ നോക്ക്, നമുക്കൊരു റീസൺ വെച്ചിട്ട് നമ്മൾ വഴക്കുണ്ടാക്കി ഔട്ടാകട്ടെ. ജനങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തിനാന്ന്. ജനങ്ങൾ ഈ വീഡിയോസ് എല്ലാം ലൈവായിട്ടും കാണുന്നുണ്ട്, എല്ലാം കാണുന്നു. അവർക്കറിയാം ജനങ്ങളുടെ നിങ്ങൾക്കൊരു വില കാണും. ലാസ്റ്റ് ചുമ്മാ ഒന്നും പഴം കൊത്തി വെച്ചിട്ട് മിണ്ടായിരുന്ന ഇനി എന്തെടുക്കാനാ? ആര് കാണാനാ? ആരും കാണത്തില്ല, ആർക്കും ഇഷ്ടപ്പെടുത്തൂല. ലാസ്റ്റ് വരെ അതുപോലെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പ്രേമം കാണുമ്പോഴത്തേനും വാലം ചുരുട്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. എന്തിനാ? നല്ലവണ്ണം കളിക്കായിരുന്ന ആൾക്ക്. നോക്ക്, ജാസ്മിൻ ഫുള്ള് നെഗറ്റീവ്. എനിക്കിഷ്ടമല്ലായിരുന്നു ജാസ്മിനെ, പക്ഷേ ഫുള്ള് നെഗറ്റീവ്. പക്ഷെ അവർ കളിച്ചു. ജാസ്മിൻ സൂപ്പറായിട്ട് കളിച്ചു. ജിൻഡോ കളിച്ചു. അങ്ങനെ കുറേ ആൾക്കാർ അടിപൊളിയായിട്ട് കളിച്ച ആൾക്കാരാണ്. അതുപോലെ അതായത് നിങ്ങൾ പോകുന്ന ആൾക്കാർ നല്ലോണം വല്ലതും കളിക്കുമ്പോൾ ഞാൻ എല്ലാവരും പോകുന്നൊരു ഡയലോഗാണ്, ഞാനായിട്ട് നിൽക്കാനാണ് പോകുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാനായിട്ട് നിൽക്കാനാണെങ്കിൽ ഞാനായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യത്തിന് നിൽക്കണം. ഞാനായിട്ട്. പക്ഷേ നമ്മളവിടെ കളിക്കാൻ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഞാനായിട്ടുള്ള മാറ്റിയിട്ട് തിരിഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. കാരണം മനസ്സിലായി. ചുമ്മാ അവിടെ ഇംഗ്ലീഷാന്ന് പറഞ്ഞിട്ട് പോയി നിന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെയാണ് ബിഗ് ബോസിൽ വിടുവാണെങ്കിൽ ഞാൻ അവിടെ തൂത്തുവാരും. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ നോറയുടെ കാര്യം പറഞ്ഞു. നോറ പാവം കുട്ടിയെ, പക്ഷേ കയറി ചെന്നിട്ട് വഴക്കുണ്ടാക്കുക, കരച്ചിൽ എന്തും അവൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കണ്ടന്റ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ തല്ലാനോ പിടിക്കാനോ ഒന്നുമല്ല. കണ്ടന്റൊക്കെ കളിക്കുക, നല്ല രീതി സൂപ്പറായിട്ട് കളിക്കുക. വെറുതെ അവിടെ പോയിട്ട് പഴം വിഴുങ്ങിയിരുന്നിട്ട് അവിടെ പോയിട്ട് പുട്ട് അടിച്ചിട്ടിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ വെറുതെ നിങ്ങൾ പോകണ്ട മക്കളെ, പോകണ്ട. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാൽ. എനിക്കിതുപോലെ ദേഷ്യം. ചുമ്മാ പ്രേമനാടകം കളിച്ചിരിക്കുക, ചുമ്മാ ഇരിക്കുന്ന ആൾക്ക് ചുമ്മാ അതൊന്നും ചെയ്യാണ്ട് ചെന്ന് ചുമ്മാ ക്യാമറ നോക്കിയിട്ട് കരയുക. കരഞ്ഞോട്ട് ഇപ്പോൾ ഇമോഷൻ വന്നാൽ കരയുക. ചുമ്മാ ആവശ്യമില്ലാതെ കരയുക. എന്തിനാ വെറുതെ? പ്രാവശ്യം എത്ര നല്ല കണ്ടസ്റ്റൻസ് ആണ് വെറുതെ വെളിയിൽ പോയത്, മനസ്സിലായി. അതുകൊണ്ട് നല്ലോണം കളിക്കാം. അതിന് ഓഗസ്റ്റ് തുടങ്ങുമായിരിക്കും. ഞാനും ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടാനുള്ള പുറപ്പാടിലാണ്. അപ്പം
നല്ലോണം കളിക്കുക. ബിഗ് ബോസ് പോയിട്ട് പോകുന്നവരൊക്കെ നല്ലോണം കളിക്കുക. കുറേ കുറേ ലിസ്റ്റുകളൊക്കെ വരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ ആയിരിക്കത്തില്ല അതിൽ വരുന്നത്. നോക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ന് എൻ്റെ ഒരു കൺഗ്രാജുലേഷൻസ് ആൻഡ് വെൽക്കം. പോകുന്ന കണ്ടസ്റ്റൻസ് എല്ലാം നല്ല രീതിയിൽ കളിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. സൂപ്പറായിട്ട് കളിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഇമേജ് കിട്ടട്ടെ. അതിൽ നെഗറ്റീവ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഉണ്ടാകും. ചിലപ്പം വെളി വരുമ്പോൾ തല്ലുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ വെറുതെ ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മറന്നു പോകും. ബിഗ് ബോസ് എന്ത് ബിഗ് ബോസ്. പക്ഷെ വരുന്ന സമയത്ത് എല്ലാവർക്കും ആൾക്കാർ ആവേശമായിരിക്കും. പോകുന്നവരൊക്കെ പോയിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും ഈ പോകുന്നവരാരും കേൾക്കത്തും കാണത്തുള്ളൂ എന്ന് എനിക്കറിയാം. ഒരാൾക്കാർ എൻ്റെ കുറച്ച് 320 19 അങ്ങനെ സബ്സ്ക്രൈബർ മാത്രമുള്ള ഒരു ചെറിയൊരു ചാനലാണിത്. ഞാൻ ഈ പറയുന്ന ഒരു മനുഷ്യന് കേൾക്കത്തില്ലെന്നും എനിക്ക് ഉറപ്പാണ്. 100% ഉറപ്പാണ്. എന്നാലും എൻ്റെ മനസ്സിലുള്ളത് ഞാനങ്ങ് പറഞ്ഞതാണ്. ആരോട് പറയാൻ? ഇപ്പം നമുക്കൊരു മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം. ആരെങ്കിലും കേൾക്കുക, ഒരാളെങ്കിലും കേട്ടാൽ കേൾക്കട്ടെ. ഉപദേശമല്ല ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? എൻ്റെ ഒരു അഭിപ്രായം, കളിക്കാനായിട്ട് പോയിട്ട് കളിക്കുക. വെറുതെ അവിടെ കുത്തിയിരിക്കാനല്ലാതെ പോയി കളിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.